ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ലിസ്റ്റിംഗ് ചെയ്യുന്നവരാണല്ലോ അല്ലേ, ഫ്ലിപ്കാർട്ടിൽ. അപ്പം മൈ ലിസ്റ്റിംഗ് എടുക്കുകയാണ്. മൈ ലിസ്റ്റിംഗ് ഓക്കെ. അതിൽ നമ്മൾ നോക്കുമ്പോൾ റെക്കമെൻഡേഷൻസ് എന്ന് പറഞ്ഞിട്ട് ടാബ് ഉണ്ട്. റെക്കമെൻഡേഷൻസ് ഇതിൽ ഓൾ ലിസ്റ്റിംഗ് ഉണ്ട് 141. അതിൽ കാറ്റലോഗ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ലിസ്റ്റിംഗ് നടപ്പുണ്ട്. കാറ്റലോഗ്, ആ കാറ്റലോഗിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വന്നിറങ്ങും. എഡിറ്റ് കാറ്റലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ എഡിറ്റ് കാറ്റലോഗ് എവിടെയാണ് കിടക്കുന്നത്? എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ 4 പ്രൊഡക്റ്റ് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ടാണ് എഡിറ്റ് കാറ്റലോഗിൽ 4 പ്രൊഡക്റ്റ് നടക്കുന്നത്. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതിവിടെ ആയിട്ടൊരു കാണാൻ പറ്റുമോ അറിയത്തില്ല. ഇതിവിടെ ആയിട്ടൊരു 3 ഡോട്ട് ഉണ്ട്. ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എഡിറ്റ് കാറ്റലോഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് കാറ്റലോഗ് ക്ലിക്ക് ചെയ്യുക. അതില് കാണിക്കും ഒരു 1 ഇൻസൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഇത് കാണിക്കും. അത് എന്തോ റോങ് ഉണ്ട് അവിടെ എന്നാണ് അത് കാണിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ അത് താഴത്തായിട്ട് ഇതൊന്ന് മാറ്റിയിട്ട് കാണിച്ചില്ല. താഴത്തായിട്ട് ഇത് കണ്ടോ, ബിഫോർ ആഫ്റ്റർ എന്ന് വെച്ചാൽ ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുള്ളൊരു പിക്ചറാണ് ഇപ്പൊ കാണിച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ മാക്സിമം വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ എടുത്തിടുന്നതായിരിക്കും ബെറ്റർ. അതാകുമ്പോൾ പെട്ടെന്ന് അത് കംപ്ലീറ്റ് ആവും. ആ ഒരു പ്രോസസ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ആവും. അപ്പൊ നമുക്ക് ഇന്ന് എഡിറ്റ് ചെയ്യാം. എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇത് മൂന്നും പിന്നെ കംപ്ലീറ്റ് ആയിട്ടില്ല. ചിലപ്പോൾ ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ പോലും ഇത് കുറച്ചും കൂടെ ബാക്ക്ഗ്രൗണ്ട് വന്നതുകൊണ്ട് കുഴപ്പമില്ല. ബാക്ക്ഗ്രൗണ്ടേ വന്നെന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല, അധികം പ്രശ്നമില്ല. പക്ഷേ എങ്കിൽ ആമസോണിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ റിജക്റ്റ് ആകും. ഇവിടെ അധികം പ്രശ്നമില്ല. ഇപ്പം ബാക്ക് വ്യൂ ആണെങ്കിലും സൈഡ് വ്യൂ ആണെങ്കിലും ഓക്കെ ആണ്. ബാക്ക് വ്യൂവിൽ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആണ്, അതുകൊണ്ട് വലിയ സീനില്ല. പക്ഷെ ഇവിടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. പക്ഷെ ഇത് ഫുള്ളായിട്ട് ഈ ഒരു പിക്ചർ ഫുള്ളായിട്ട് ഈ പുള്ളിയുടെ ടീഷർട്ടും ഈ പുള്ളിയും ആണെങ്കിൽ വലിയ സീനില്ല. ബാക്ക്ഗ്രൗണ്ട് വേറെ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും അധികം ശ്രദ്ധിക്കത്തില്ല. ഇപ്പം ഇങ്ങനെ വന്നത് കൊണ്ടാണ് അവര് ഇത് ഐഡന്റിഫൈ ചെയ്തത്. ഇപ്പം നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റുന്ന വെച്ചാല് പിക്ചർ മാറ്റിയിടുക എന്നുള്ളതാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ഈ പിക്ചർ ഇട്ടാലും ചിലപ്പോ പ്രോബ്ലം വന്നേക്കാം. ഈ പിക്ചർ ഇട്ടാലും ഇത് കറക്റ്റ് ഒരു ചെറിയൊരു വൈറ്റ് ഷെയ്ഡ് ഉണ്ട്, എന്നാലും അത് പ്രോബ്ലം ആയേക്കാം. ഓക്കെ, ഉണ്ടോ? ഉണ്ടോ? പ്രൈമറി ഇമേജ് ഷുഡ് ബി ഇൻ വൈറ്റ് ഓർ ലൈറ്റ് ഗ്രേ യൂണിഫോം ബാക്ക്ഗ്രൗണ്ട്. ആ ഒരു യൂണിഫോം ആയിട്ടുള്ള പാറ്റേൺ പിടിക്കണമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. എന്നാൽ മാത്രം അത് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഫസ്റ്റും ഒന്നാമത്തെ രണ്ടാമത്തെ പിക്ചറിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അല്ലെ ലൈറ്റ് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിലാകുമ്പോഴാണ് ഈ പ്രോബ്ലം വരുന്നത്. ഓക്കെ, ഇതും നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നോക്കി ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓക്കെ ആവും. അതും പ്രോബ്ലം ആണ്. അപ്പം ഇവിടെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള പിക്ചർ ഇടുന്നതാണ് ഏറ്റവും ബെറ്റർ. അവര് കാണിച്ചേക്കുന്നതാണ് ഇംപ്രൂവ് യുവർ പ്രൊഡക്റ്റ് ഇമേജ് എഡിറ്റിംഗ് സർവീസസ്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.